ഹായ് ഓൾ, എൻ്റെ പേര് ഷാർലെറ്റ് ഷാജു. ഞാനിവിടെ നിർമ്മല കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ 2015-18 ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ഞാനിപ്പോൾ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ ബാംഗ്ലൂർ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുകയാണ്. നടത്തിയ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പങ്കെടുക്കുകയും എനിക്ക് ഇൻഫോസിസിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. ഞാനിപ്പോൾ 1 വർഷമായിട്ട് ബാംഗ്ലൂർ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് PG ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ ഫിസിക്സ് എടുത്ത കാരണം ഞാനും അതേപോലെ തന്നെയാണ് ചിന്തിച്ചത്. MSc ഫിസിക്സ് ചെയ്യണമെന്നാണ് ഞാനും വിചാരിച്ചത്. അന്നേരമാണ് എനിക്കിങ്ങനെ സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്ത് IT ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ടെക്നോളജീസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ഈ ചുറ്റുപാട് നടക്കുന്നത്. സോ എപ്പോഴാണേലും നമുക്ക് ഒരിക്കലും നിന്നു പോകുന്നില്ല IT ഫീൽഡ്. എപ്പോഴും ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും സെലക്ഷൻ കിട്ടുവാണെങ്കിൽ തന്നെ പോകുന്നതിനോട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം എന്ന് പറയാനായിട്ടൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് നല്ലത് തന്നെയാണ് വരുന്നത്. നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളതിനെ പറ്റി നല്ലൊരു ധാരണയൊക്കെ കിട്ടും. വളരെ നല്ലൊരു സ്കോപ്പാണുള്ളത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിറ്റിലായ പോലും തന്നെ ആദ്യം തന്നെ എല്ലാം മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ 1 വർഷമായി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ഈ 1 വർഷത്തേൽ എനിക്ക് പ്രൊജക്റ്റ് കിട്ടിയിട്ട് ഒരു വർഷത്തിനോട് അടുത്തായിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പ്രൊജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഓട്ടോമേറ്റഡ് ആക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതായത് എല്ലാം കൂടുതൽ മാനുവലായിട്ട് ചെയ്യാതെ നമുക്ക് വർക്കുകൾ കുറച്ച് കൂടുതലായിട്ട് എല്ലാ ടൂൾസും ലോഞ്ച് ചെയ്ത് ഒന്നുകൂടി എല്ലാം ഓട്ടോമേറ്റഡ് ആക്കാനായിട്ടാണ് അവരും ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്തെന്ന് പറയുമ്പോൾ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് മാറ്റി എല്ലാം ഓട്ടോമേഷൻ്റെ രീതിയിൽ എത്തിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കുകയും എല്ലാം തന്നെ നല്ലതായിരിക്കും. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ ബെസ്റ്റ് വേണം അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ. IT ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ നമ്മൾ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിലാണേലും അവർ നമ്മളെ ഏൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലാണേലും അതേപോലെ ഡിസിപ്ലിൻ എല്ലാ കാര്യങ്ങളും അവർ നോക്കും. നമ്മളുടെ IT ഫീൽഡ് ഭയങ്കര ഡൈനാമിക്കായിട്ട് എപ്പോഴും പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ ഒത്തിരി പേര് നമുക്ക് കോമ്പറ്റീറ്റേഴ്സായിട്ട് നമ്മുടെ ഒപ്പം ഉള്ള കാരണം നമ്മൾ പുതിയ ടെക്നോളജീസ് പഠിക്കുകയും അതേപോലെ തന്നെ എങ്ങനെയത് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് എങ്ങനെയത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു കഴിവ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് നമ്മുടെ കരിയറിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ഫീൽഡ് തന്നെയാണ് IT ഫീൽഡ്. നമുക്ക് എപ്പോഴും തന്നെ മുന്നേറി പോകാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്നതിനനുസരിച്ച് നമ്മൾ ഡിസിപ്ലിൻ എന്താണെന്ന് പഠിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്താലാണ് നമ്മൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. വർക്കിനനുസരിച്ച് നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്ന രീതി എല്ലാ കാര്യങ്ങളും അവിടെ ഒരു ഫാക്ടറായിട്ട് അവരെടുക്കുന്നതാണ് നമ്മുടെ ഗ്രോത്തിനനുസരിച്ച്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നന്നായിട്ട് എപ്പോഴും എന്തൊക്കെയാണോ മാറ്റങ്ങൾ IT ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ മാറ്റങ്ങളെ പറ്റി കൂടുതലായിട്ട് പഠിക്കുകയും അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കരിയർ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും കരിയറിന്. ഇൻഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേൾഡിൽ സെക്കൻഡായിട്ട് നിൽക്കുന്ന ഒരു IT കമ്പനിയാണ് ഇൻഫോസിസ്. ആദ്യം ഇവിടുന്ന് റിക്രൂട്ട്മെൻറ്റിന് ചെന്ന് കഴിഞ്ഞപ്പോൾ കിട്ടും എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച് പോയതല്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇൻ്റർവ്യൂ, അങ്ങനെ 2 സെക്ഷനായിട്ടായിരുന്നു നമ്മൾക്ക് അവരുടെ സെലക്ഷൻ പ്രോസസ്സ്. അത് നടത്തിയതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു എന്താണ് ഇൻഫോസിസ് എന്ന് ഞാൻ അത്യാവശ്യം മനസ്സിലാക്കി തന്നെയാണ് പോയത്. അതായത് എന്തൊക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നോടിയായിട്ട് ഞാൻ അവിടെ ചെല്ലുകയാണെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാം തന്നെ ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ വേൾഡിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഇഷ്ടംപോലെ ഈ ഞങ്ങളുടെ ഏജിലുള്ള ഒത്തിരി സ്റ്റുഡൻസിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. കരിയർ ബേസിസിലാണേലും അതേപോലെ തന്നെ നമ്മളുടെ ലൈഫിനാണേലും നല്ലൊരു ഗ്രോത്ത് തരുന്ന ഒരു ഫീൽഡ് തന്നെയാണ് IT ഫീൽഡ്. ഇൻഫോസിസ് അതിലെങ്ങനെയാണ് മറ്റുള്ള കമ്പനികളിൽ നിന്ന് മുന്നിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം അവർ ഞങ്ങൾക്കൊരു ട്രെയിനിങ് തരും. ആ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസിലായിരിക്കും അവർ ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. എനിക്ക് അവർ തന്നത് പൈതൺ, DBMS, ഊപ്സ്, ഈ 3 എണ്ണത്തിലായിരുന്നു എനിക്ക് അവർ ട്രെയിനിങ് തന്നത്. ഈ 3 മാസം അവിടെ നമ്മൾ ഇൻഫോസിസിൽ തന്നെ മൈസൂർ ക്യാമ്പസിൽ വെച്ചിട്ടാണ് ട്രെയിനിങ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അവരെ നമുക്ക് തരുന്ന ട്രെയിനിങ്ങിൻ്റെ രീതിയാണേലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് നമ്മളുടെ ഒരു ലൈഫിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അവിടെ പോയി പഠിക്കുക എന്നുള്ളത്. ഈ 3 മാസത്തെ ട്രെയിനിങ് കൊണ്ട്, ഈ 3 മാസത്തെ ട്രെയിനിങ്ങിൽ എനിക്ക് വന്ന മാറ്റങ്ങളെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അതേപോലെ തന്നെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതേപോലെ അത്യാവശ്യം ഒരു ബേസിക്സ് കിട്ടി, ഈ പറയുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ പറ്റി ഒരു നല്ലൊരു ബേസിസ് കിട്ടി. പിന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾക്ക് ഒരു കാര്യം തന്നെ അറിയേണ്ടതായിട്ടില്ല, അവർ നമുക്ക് വേൾഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇൻഫോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ കരിയറിനെ നന്നായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പൊസിഷനിലായിട്ട് എത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇൻഫോസിസ്. നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം ഇപ്പോൾ PG ചെയ്യുവാണെങ്കിലും, ഇപ്പോൾ ചില IT കമ്പനികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ PG ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഫെസിലിറ്റി തരുന്ന IT കമ്പനികളും ഉണ്ട്. ഇപ്പോൾ വിപ്രോ പോലുള്ള കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അവർ 5 വർഷത്തെ ബോണ്ടാണ് പറയുന്നത്. ഈ ബോണ്ടിനുള്ളിൽ അവർ പറയുന്നത് MTechഉം PGയും തരും, അതേപോലെ തന്നെ പ്ലസ് ജോബും കൂടിയാണ് അവർ നമുക്ക് ഓഫർ തരുന്നത്. വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ വിപ്രോ തന്നെയല്ല ഞാൻ പറയുന്നത്, ഇൻഫോസിസ് ആണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ കുറച്ച് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. നമ്മൾ ജോബിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് PG ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് PG ചെയ്യാം. PG ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ജോലിക്ക് ഇതേപോലുള്ള IT റിക്രൂട്ട്മെൻറ്റ് വരികയാണെങ്കിൽ കയറി കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഫ്യൂച്ചറിന് നല്ലത് തന്നെയായിരിക്കും വരുന്നത്. എനിക്ക് വളരെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം നിർമ്മല കോളേജ് പോലെ ഇത്രയും നാളത്തെ ഒരു പാരമ്പര്യമുള്ള ഒരു കോളേജിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതേപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി, പ്രത്യേകിച്ച് നമ്മുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഇത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സും അതേപോലെ തന്നെ ഇത്ര നന്നായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സും വേറെ ഇല്ല. പ്രത്യേകിച്ച് എന്താ പറയുക, ഒത്തിരി അറിവുള്ള ഒരു ടീച്ചേഴ്സാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് ജസീന്ത മിസ് ആയിരുന്നു എൻ്റെ HOD. അതിനുശേഷം ഞാൻ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ സൂസൻ മിസ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ പാസ് ഔട്ട് ആവുന്ന സമയത്ത് ജോർജ് ജെയിംസ് സാറായിരുന്നു. അപ്പോൾ ഈ 3 HODമാരെ പറ്റി പറയുകയാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു, നല്ല HODമാരായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ ലാബാണേലും എപ്പോഴും നമുക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ടാണേലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ടാണേലും എപ്പോഴും ടീച്ചേഴ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ കോളേജും ഡിപ്പാർട്ട്മെൻറ്റും വളരെ നല്ല ഡിപ്പാർട്ട്മെൻറ്റും കോളേജുമാണ്. സന്ദേശത്തിലുപരി ഞാൻ നന്ദിയാണ് പറയുന്നത്. എനിക്കിങ്ങനെയൊരു സ്റ്റേജ് വരെ എന്നെ എത്താൻ സഹായിച്ച ഇവിടുത്തെ കോളേജിലെ എല്ലാ ടീച്ചേഴ്സിനും, പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. ഇനിയിപ്പോൾ പാസ് ഔട്ട് ആകാൻ പോകുന്ന എല്ലാവർക്കും എല്ലാ വിഷസും നേരുന്നു.